ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്ന കഥ നിങ്ങൾക്കറിയാമോ? പുരാണങ്ങളിൽ ബ്രഹ്മാവിനെ ചതുർമുഖൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മത്സ്യപുരാണത്തിൽ ഇങ്ങനെ ഒരു കഥ കാണുന്നു. പണ്ട് ബ്രഹ്മാവ് തന്റെ ശരീരത്തിന്റെ അർദ്ധഭാഗത്താൽ ശതരൂപിയെ സൃഷ്ടിച്ചു. തേജസ്വിനിയായ ആ സ്ത്രീരത്നത്തെ ബ്രഹ്മാവ് തന്റെ ഭാര്യയായി ഭരിച്ചു. രൂപവതിയും സ്വഭാവ മഹിമയും ഏറിയവളായ ശതരൂപിയെ ഒരു നിമിഷം പോലും അകന്നിരിക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരിക്കൽ ശതരൂപ ബ്രഹ്മാവിനെ വലം വയ്ക്കുകയായിരുന്നു. അപ്പോ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരും ആസനസ്ഥനായതിനാൽ ശതരൂപിയെ പരിക്രമണത്തിനൊത്ത് തിരിഞ്ഞു നോക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. ഈ കുറവ് പരിഹരിക്കുന്നതിനായി ബ്രഹ്മാവ് ഒരു മുഖത്തിന് സ്ഥാനത്ത് 4 മുഖങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരിക്കൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ശതരൂപിയെ കാണാൻ ബ്രഹ്മാവിന് വൈഷമ്യം നേരിട്ടു. അതിനുവേണ്ടി ബ്രഹ്മാവിന്റെ ജടയ്ക്ക് മുകളിലായി 5ാമതായൊരു മുഖം കൂടി ആവിർഭവിക്കുകയുണ്ടായി. എന്നാൽ ഈ മുഖം പിന്നീട് പരമശിവൻ നുള്ളിയെടുത്തു. അങ്ങനെയാണ് ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലത്തെ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. Goodbye.